പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തയിലേക്ക് കടന്നു വരുന്നത്. 6-ാമത്തെ അധ്യായം. അതിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കാനോർ, തിമോൻ, പർമെനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താഭാഗമാണ് ഇത്. സഭ അങ്ങ് വളർന്നു, സഭ വ്യാപിച്ചു. ഗലീലയിലും ശമരിയിലും യെരുശലേമിലും സഭാംഗങ്ങളുടെ എണ്ണത്തിൽ പെരുപ്പമുണ്ടായി. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, അങ്ങനെയാണല്ലോ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുമ്പോൾ ആദ്യകാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് പോലെയുള്ള ആ ശ്രദ്ധ അവർക്ക് കിട്ടാതെ പോകും. സ്വാഭാവികമാണത്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു പുതിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെറുപെറുപ്പാണ്. നമ്മളൊക്കെ ധാരാളം അനുഭവിക്കുന്ന, കേൾക്കുന്ന ഒന്നാണ്. ആദ്യ നാളില് ആളുകൾ കുറവായിരിക്കും. ആളുകൾ കുറവായിരിക്കുന്ന സമയത്ത് ഓരോരുത്തരെയും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും, ഓരോരുത്തരെയും പരിഗണിക്കാനായിട്ട് സാധിക്കും, ഓരോരുത്തരുമായിട്ടുള്ള പേഴ്സണൽ ടച്ച് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എണ്ണത്തിൽ വർധനവ് വരുമ്പോൾ ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം കിട്ടാതെ വരുമ്പോൾ അപ്പോഴേ പറയും, ആദ്യ നാളിലൊക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പൊ ഞങ്ങളോട് സ്നേഹമില്ല. ഇത് ഒരു സാധാരണയായി കേൾക്കുന്ന ഒരു പരാതി നമ്മുടെ വീട്ടിൽ പോലും ഉണ്ട്. വീട്ടിൽ നമുക്ക് ഒരു കുട്ടി മാത്രം ഉള്ളപ്പോൾ ആർക്കും കംപ്ലൈന്റ് ഇല്ല. അവൻ അങ്ങനെ വളരെ സ്നേഹം, അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ആർജിച്ച് അതിനകത്ത് തകർത്താടും. എന്നാൽ 5 കൊല്ലത്തിന്റെ ഇടയിൽ അടുത്ത കക്ഷി വരുമ്പോൾ ഇവനോടുള്ള സ്നേഹവും വാത്സല്യവും കുറയും. അപ്പോൾ മുതൽ പെറുപെറുപ്പ് തുടങ്ങും. അപ്പയ്ക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ അവനോടാണ് താല്പര്യം, എന്നോട് സ്നേഹമില്ല, പരാതി ആരംഭിക്കും. അങ്ങനെ ഒരു പെറുപെറുപ്പ് ഉടലെടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഉടലെടുത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തീയ സഭ വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ സഭയിൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളും വർദ്ധിക്കാൻ തുടങ്ങി. നമ്പർ കുറവാണെങ്കിൽ പ്രശ്നങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. നമ്പർ കൂടുമ്പോൾ പ്രശ്നങ്ങളുടെ എണ്ണവും കൂടി വരും. അന്ന് എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുമായ യഹൂദ ക്രിസ്ത്യാനികൾ സഭയിൽ ഉണ്ടായിരുന്നു. എബ്രായ ഭാഷ സംസാരിക്കുന്ന ആൾ, അവർക്ക് യമനെ അറിയില്ല. യവന ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അവർക്ക് ഹിബ്രു അറിയില്ല. അങ്ങനെ 2 ഭാഷ സംസാരിക്കുന്നതായ ആളുകൾ സഭയിൽ ഉണ്ടായിരുന്നു. യെരുശലേമിലും യഹൂദിയിലുമായിട്ട് ഈ
രണ്ട് കൂട്ടർ പാർത്തിരുന്നു. യവനർ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് യവനർ. എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ് യഹൂദന്മാർ. അങ്ങനെ രണ്ട് ഭാഷ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. യഹൂദിയിലും അതുപോലെ തന്നെ യെരുശലേമിലുമായിട്ട് ഇവർ പാർത്തിരുന്നു. ഫലസ്തീന് വെളിയിൽ പാർത്തിരുന്നവർ അധികവും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആയിരുന്നു. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളെ ഹെലനിസ്റ്റ് എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ഹെലനിസ്റ്റ്, HELLENIST, ഹെലനിസ്റ്റ് എന്നാണ് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകളെ വിളിച്ചു വന്നിരുന്നത്. അങ്ങനെയാണ് ഇവിടെ സഭയിലുണ്ടായ ആദ്യത്തെ പ്രശ്നം എബ്രായ ഭാഷ സംസാരിക്കുന്നവരും യവന ഭാഷ സംസാരിക്കുന്നവരും തമ്മിലായിരുന്നു. സഭയിലെ ആദ്യത്തെ പ്രശ്നം, സഭയിലുണ്ടായ ആദ്യത്തെ ഭയജനകമായ സംഭവം ഏതാണ്? അനന്യാസിന്റെയും സഫീറയുടെയും മരണമാണ് സഭയെ പേടിപ്പിച്ചു കളഞ്ഞത്. മറ്റൊരു സഭയിൽ നടന്ന ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയാണ് ഉടൻ തന്നെ എഴുന്നേൽപ്പിച്ചത്. എന്നാൽ അതിനുശേഷം സഭയിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി. ആത്മീയ ഉണർവുണ്ടായപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആത്മീയ ഉണർവിന്റെ ആദ്യത്തെ പ്രശ്നം ആരംഭിക്കുന്നത് സഭയ്ക്കകത്ത് തന്നെയാണ്. നമ്മളത് പറഞ്ഞു പോകുന്നതാണ്. സഭയ്ക്കകത്ത് തന്നെ, സഭയ്ക്കകത്തുള്ളവരെ, അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ തീരുമാനങ്ങൾ എടുത്തവരെ പിശാച് ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ് ആദ്യം സഭയിൽ കടന്നു വന്ന പാപം? പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുക എന്നുള്ളതാണ് ആദ്യമായി സഭയിൽ കടന്നു വന്ന പാപം. ഒന്നുകൂടി നമ്മൾ ചെറുതാക്കി പറഞ്ഞാൽ, വ്യാജം പറയുക എന്ന പാപമാണ് പുതിയ നിയമസഭയിൽ ആദ്യമായി കടന്നു വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല എങ്കിലും ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പുതിയ നിയമസഭയിൽ ആദ്യം കണ്ടത് വ്യാജമാണ്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞു. ആവശ്യമുണ്ടായിട്ടല്ല, മനഃപൂർവ്വമായിട്ട് വ്യാജം പറഞ്ഞു. അത് പറയാനുള്ളതിന്റെ കാരണം ആരും നിർബന്ധിച്ചിട്ടായിരുന്നില്ല, സ്വയം ഏറ്റെടുത്ത ഒരു തെറ്റാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് പോകട്ടെ ദൈവമക്കളെ. എന്നാൽ ആ തെറ്റ് അടുത്ത ഒരു തിന്മയിലേക്ക് വഴിവെച്ചു. സഭ വ്യാപിച്ചപ്പോൾ, വിശ്വാസികളുടെയും ശിഷ്യന്മാരുടെയും എണ്ണം വർദ്ധിച്ചപ്പോൾ ഉണ്ടായ ഗുരുതരമായ ഒരു തെറ്റാണ് പെറുപെറുപ്പ്. പെറുപെറുക്കുന്നവരായിട്ട് അവർ പലരും മാറി. അപ്പോ ഈ പെറുപെറുപ്പ് ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ കണ്ട ഒരു പാപമാണ്. പെറുപെറുക്കുന്നവരെ ദൈവത്തിന് സഹിച്ചുകൂടാ. ആത്മീയ ഗോളത്തിലും ശുശ്രൂഷ രംഗത്തെല്ലാം ബാധിക്കുന്ന ഒരു തെറ്റാണ് തൃപ്തിയില്ലായ്മ. അതാണ് പെറുപെറുപ്പിന്റെ അപ്പൻ. എവിടെയാണോ തൃപ്തിയില്ലാത്തത് അവിടെ പെറുപെറുപ്പുണ്ട്. അതിനെല്ലാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു കൊച്ചു വാക്കുണ്ട്, അത് പോരാം, ഇത് പോരാം, അങ്ങനെ ചെയ്തു പോരാ, ഇങ്ങനെ ചെയ്തു പോരാ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിന് പറയുന്ന പേരാണ് പെറുപെറുക്കുക. വീട്ടിലും കാണും. വീട്ടിലില്ലാത്തതൊന്നും സഭയിലില്ലല്ലോ. വീട്ടിലില്ലാത്തതൊന്നും സഭയിൽ കാണില്ല. വീട്ടിലുള്ളതാണ് സഭയിലേക്ക് വരുന്നത്, വീട്ടിലുള്ളതാണ് സംഘടനയിലേക്ക് വരുന്നത്, വീട്ടിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ചില സ്വഭാവങ്ങളും ചില പ്രവൃത്തികളും എല്ലാം നമുക്ക് അതിൻ്റെ ബിഹേവിയർ എല്ലാം അത് ആ വിത്ത് ഇട്ട് വളർത്തിയെടുക്കുന്നതെല്ലാം വീട്ടിലാണ്. ശരിയാവണ്ണം ആത്മീയ ശിക്ഷണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് കിട്ടിയില്ലെങ്കിൽ അവരെല്ലാവരും പെറുപെറുക്കുന്നവരായിരിക്കും, സഹിക്കുന്നവരായിരിക്കില്ല. സംതൃപ്തി ആണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വിജയം. ഇവിടെ വിധവമാരായിരിക്കുന്നവർക്കാണ് അസംതൃപ്തി. ഗ്രീക്കുകാരായിട്ടുള്ള യവന ഭാഷ സംസാരിക്കുന്നവരെ ഹിബ്രു ഭാഷയിലുള്ളവർ കെയർ ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ പരാതി. ആ കാലഘട്ടത്തിൽ പരാതി തീർക്കാൻ പ്രത്യേകിച്ച് സമിതികളില്ല. ഇവരുടെ പരാതിയുമായി യഹൂദന്മാരുടെ സന്നിധി സംഘത്തിന്റെ മുൻപിലേക്ക് പോകാൻ വയ്യ. ക്രിസ്തീയമായ ആത്മീക വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റിയ കോടതികളില്ല.
ആകെയുള്ളത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പൊ ഇവരുടേതായ പ്രശ്നങ്ങളുമായിട്ട് അങ്ങോട്ട് പോകും. ഈ 12 ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. നഴ്സറി ക്ലാസ്സിലെ പിള്ളേരെ പോലെ, സാറേ ഇവൻ എന്നെ തോണ്ടി, സാറേ ഇവൻ എന്നെ തല്ലി, സാറേ ഇവൻ എന്നെ തൊട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കംപ്ലൈന്റുമായിട്ട് എപ്പോഴും ഈ കൊച്ചു പിള്ളേർ നടക്കണുണ്ടല്ലേ. അതുപോലെ ഈ തൊട്ടതിനും പിടിച്ചതിനും ആ വാക്ക് വളരെ ഫിറ്റാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ ധാരാളമായി ഇവർ ഓടിക്കൂടാൻ തുടങ്ങി. ആദ്യമൊക്കെ അവരങ്ങ് ഹാൻഡിൽ ചെയ്തു. പിന്നീട് വന്നപ്പോ എന്താ വെച്ചാൽ കൗൺസിലിങ്ങിനെ നേരമുള്ളൂ, പ്രസംഗത്തിന് നേരമില്ലാണ്ടായി. എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാനേ സമയമുള്ളൂ. ശുശ്രൂഷയ്ക്ക് ദൈവവചന പ്രഘോഷണത്തിന് സമയം കിട്ടാതെയായി. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളുടെ അവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്. 2, അവരെ കെയർ ചെയ്യുക എന്നുള്ളതുണ്ട്. ഈ കൂടാതെ മൂന്നാമത്തേത് വചനം പ്രസംഗിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ളതായ ശുശ്രൂഷകൾ അവിടെ ഉണ്ട്. ഒന്ന്, പരാതി കേൾക്കണം. എല്ലാവരുടെയും പരാതികൾ കേട്ട് അവരെല്ലാവരെയും ആശ്വസിപ്പിച്ചയക്കണം. മറ്റൊന്ന്, എന്താണോ പരാതി, ഒരുപക്ഷെ ഭക്ഷണത്തെ കുറിച്ചായിരിക്കും, അവർ എന്നെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതായിരിക്കും, വിധവമാരെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് ഒന്നിന്റെ പിറകെ ഒന്നൊന്നായിട്ട് വരാം. ഇപ്പോൾ ശിഷ്യന്മാരായിട്ടുള്ളവർ അതിന്റെ പിറകെ പോകുമ്പോൾ ശുശ്രൂഷയ്ക്ക് അതെല്ലാം ഭംഗം വരും എന്ന് തിരിച്ചറിഞ്ഞിട്ട് 7 പേരെ, ഒരു 2ാം നിരയെ ശിഷ്യന്മാർ സൃഷ്ടിച്ചെടുത്തു. ഒരു 2ാം നിരയെ വളർത്തിയെടുത്തു. അവർ 7 പേരെയാണ് തെരഞ്ഞെടുത്തത്. ആ 7 പേരെ തെരഞ്ഞെടുത്തപ്പോൾ അവരില് യവന ഭാഷ സംസാരിക്കുന്ന കൂടുതൽ പേരുമാണ് അതിനകത്ത് ഉള്ളത്. എന്തായിരുന്നു അതിൻ്റെ യോഗ്യത? അതിൻ്റെ യോഗ്യത പറയുന്നത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ് .. അപ്പോ അവർക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് വിശ്വാസം നിറഞ്ഞവരായിരിക്കണം, പരിശുദ്ധാത്മാവിലും നിറഞ്ഞവരായിരിക്കണം. ദൈവം തെരഞ്ഞെടുക്കുന്നവരുടെ എല്ലാം അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുക്കുന്നവരിൽ നിന്നെല്ലാം നമ്മൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തികഞ്ഞ വിശ്വാസമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തികഞ്ഞ വിശ്വാസം എന്തു ചെയ്യുന്നു? അത് ഭയത്തെ പുറത്താക്കുന്നതാണ്. തികഞ്ഞ വിശ്വാസം ഭയത്തെ ദൂരീകരിക്കും. അവർക്ക് ഭയമില്ല. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മോർണിംഗ് ഫെലോഷിപ്പിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. തികഞ്ഞ വിശ്വാസം ഉള്ളവരായിരിക്കണം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരും ശുശ്രൂഷയുടെ മുന്നിൽ നിൽക്കുന്നവരും. എന്തെങ്കിലും ചുമതല വഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ചുമതലകൾ ഉള്ളവർ നമ്മിലുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നവരായിരിക്കണം. ഒരിക്കലും ഒരു നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാകരുത്. നെഗറ്റീവ് തിങ്കിങ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അത് അവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എല്ലാ നെഗറ്റീവ് തിങ്കിങ്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കും തോറും അവനിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു, എൻ്റെ കർത്താവ് എല്ലാറ്റിനും മതിയായവനാണ്,
എൻ്റെ യേശു സകലത്തിനും മതിയായവനാണ്. എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. അത് ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നതല്ല ദൈവമക്കളെ, അത് നാളുകൾ കൊണ്ട് പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പഠിച്ചാലും പഠിക്കില്ല എന്നതാണ് നമ്മുടെ കുഴപ്പം. ഇന്ന് സൗഖ്യമാക്കിയ കർത്താവ് നാളെ നമ്മുടെ ഒരു പ്രശ്നം സൗഖ്യമാക്കിയില്ല എന്ന് വിചാരിക്കുക, അല്ല സൗഖ്യം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഉടനെ നമ്മൾ എന്ത് തുടങ്ങും? നമ്മൾ വെറുപ്പ് തുടങ്ങും. ഇന്ന് എൻ്റെ ഒരു കാര്യം എൻ്റെ ദൈവം നടത്തി തന്നു, നാളെ ഇത് നടന്നു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും, നമ്മളുടെ പ്രതികരണം മാറും. നമ്മൾ അപ്പോഴേ വേണ്ടി വന്നാൽ ദൈവത്തെ തള്ളിപ്പറയും. അത് തന്നെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെയും തെറ്റ് ഉണ്ടായിരുന്നത്. അവരുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 16-ന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, ഇസ്രായേൽ ജനത്തിന്റെ പ്രധാനപ്പെട്ട പാപവും പെറുപെറുപ്പായിരുന്നു. ദൈവം വാരിക്കോരി അവർക്ക് കൊടുത്തില്ലേ? മന്ന കൊടുത്തു, കാടയിറച്ചി അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തു, കുടിക്കാൻ ഇഷ്ടം പോലെ മിനറൽ വാട്ടർ അവർക്ക് സമൃദ്ധിയായിട്ട് കൊടുത്തു. പിന്നെ മണ്ണെണ്ണയോ എണ്ണയോ വൈദ്യുതിയോ ഒന്നും ആവശ്യമില്ല. കർത്താവ് രാത്രിയിൽ അഗ്നിസ്തംഭം കത്തിച്ച് അവർക്ക് ഇഷ്ടം പോലെ വെളിച്ചം കൊടുത്തു. നേരം വെളുക്കുമ്പോൾ കൊട വേണ്ട, കൊട പിടിക്കാതെ തന്നെ അവർക്ക് വെയിൽ കൊള്ളാതെ പോകാൻ മേഘസ്തംഭത്തെ കൊടുത്തു. എന്താ വേണ്ടേ? അതെല്ലാം കൊടുത്തിട്ടും കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതിയാണ് അവർക്ക്. പെറുപെറുപ്പുള്ള ജാതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ആത്മീക ജീവിതത്തിൽ വിശ്വാസം ഹൃദയത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ പെറുപെറുപ്പ് വഴിമാറും. ഏതെങ്കിലും കാര്യത്തിൽ പെറുപെറുക്കുന്ന മനോഭാവം ആത്മീക ജീവിതത്തിൽ നാം കാണുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വാസത്തിൽ ലോ ലെവലിലാണ് എന്ന് ഓർത്താൽ മതി. അസംതൃപ്തിയില്ലാതെ ജീവിക്കാൻ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറഞ്ഞത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. സ്തോത്രം എന്ന് പറയുന്നത് തൃപ്തിയുടെ സ്വരമാണ്. നടത്തിയതിൽ ഉള്ള സന്തോഷം, കരുതിയതിലുള്ള സംതൃപ്തി, ലഭിച്ചതിലുള്ള സംതൃപ്തി. എനിക്ക് ദൈവം തന്ന ദാനങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്, എല്ലാം എനിക്ക് എൻ്റെ ദൈവം തന്നതാണെന്നുള്ള വ്യക്തമായ ബോധ്യം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വളരെ കൃത്യതയോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം എനിക്ക് തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും കടന്ന് രണ്ടുപേരും കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ അവർ സ്തുതിച്ചു. എന്തായിരിക്കും കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് സ്തുതിക്കുക? നമ്മളാണെങ്കിൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ആരെയെല്ലാം പഴിക്കും. അവൻ ഒറ്റ കൊടുത്തിട്ടാ, അല്ലെങ്കിൽ ഞാനിവിടെ വരില്ല, ഞാൻ പുറത്തിറങ്ങിട്ട് ഞാൻ അവനൊക്കെ വേണ്ടി ഞാൻ അവനൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നല്ല അവിടെ കിടന്നുകൊണ്ട് നമ്മൾ ആരെയെല്ലാം പഴിക്കാമോ, ആരെക്കുറിച്ചെല്ലാം പറയാമോ. പക്ഷെ പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് കിടന്നിട്ട് അവർക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലെന്നല്ല, അവർ കാരാഗൃഹത്തിനകത്ത് ഇട്ട ദൈവത്തെ, ഇടാൻ അനുവദിച്ച ദൈവത്തെ അവർ ഹൃദയപൂർവ്വം പാടി സ്തുതിച്ചു. ദൈവമക്കളെ, ഹൃദയപൂർവ്വം പാടി സ്തുതിച്ചു. അത് സംതൃപ്തിയുടെ സ്വരമാണ്, തൃപ്തിയുടെ നാദമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുമ്പോഴാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. എല്ലാറ്റിനും നന്ദി കർത്താവേ, നീ തന്ന എല്ലാ നന്മകൾക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും നന്ദി. ദൈവം തരുന്ന എല്ലാ വഴികൾക്കും നന്ദി. ഞാൻ പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവൻ ഒരു
കർത്താവിന്റെ വേല വളരെ ശുഷ്കാന്തിയോടെ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. വളരെ ആഗ്രഹത്തോടെ കർത്താവിന്റെ വേല ചെയ്തു വരവേ അവന്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടായി. അവൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് ജയിലുകളിൽ കർത്താവിന്റെ വേല ചെയ്യണം. എന്നും പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഓർക്കും, കർത്താവെ, ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുറ്റവാളികളോട് കുറ്റങ്ങളെ പരിഹരിക്കുന്ന കർത്താവിനെ കുറിച്ച് പറയാൻ എനിക്ക് നീ കൃപ തരണം എന്നെല്ലാം പറഞ്ഞ് ഇവൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ഒരു ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെ ചെറിയൊരു സ്കൂട്ടർ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിളുകാരനും തട്ടിയതല്ല, മുട്ടിയതൊന്നുമല്ല. പക്ഷെ ഈ സൈക്കിളുകാരൻ വീഴാനിരുന്നു. ഇവന്റെ സ്കൂട്ടർ കിടന്ന് അവനങ്ങ് വീണു. വീണ വഴി പിന്നെ അത് പ്രശ്നമായി, പെറ്റി കേസായി, നിലവിളിയായി, കൂട്ടമായി. സ്കൂട്ടർ ഇടിച്ച ആള് വീണു, അതിന്റെ FIR ആയി. ഇവനെ കൊണ്ടുപോയി പോലീസ് പിടിച്ചു. പോലീസ് കൊണ്ടുപോയി ഇവനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുവന്നിട്ടു. ജയിലിലിട്ടതോടുകൂടി ഇവൻ അങ്ങ് പെറുപെറുക്കാൻ തുടങ്ങി. ഞാനൊരു തെറ്റും ചെയ്തതല്ല, എന്നെ എന്തിനീ ജയിലിൽ കൊണ്ടുവന്നിട്ടു? ഇതുപോലത്തെ ഞാനൊരു ദൈവത്തിന്റെ ദാസനായിട്ടും എൻ്റെ സത്യം വെളിച്ചത്ത് വന്നില്ലല്ലോ, എൻ്റെ കർത്താവ് എനിക്ക് ഇവനങ്ങ് പല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ ആക്ഷൻ കാണിച്ച് സൈക്കിളിൽ വീണവനെ, അവനെയൊക്കെ പഴിക്കാൻ തുടങ്ങി. അന്ന് രാത്രി അവൻ ജയിലിൽ കിടക്കുമ്പോ അവന് കർത്താവ് പ്രത്യക്ഷനായി. അവൻ എഴുതിയിരിക്കും, കർത്താവ് പ്രത്യക്ഷനായി. അപ്പൊ നീ കാലം മുഴുവൻ എന്നോട് പ്രാർത്ഥിച്ചത് ജയിലിലുള്ളവരോട് സുവിശേഷം പറഞ്ഞാണല്ലോ നീ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന കേട്ട് ഞാൻ നിന്നെ ജയിലിലേക്ക് പോകാൻ ഒരു അവസരം നിനക്ക് തന്നു. അവസരം തന്നപ്പോൾ അതിനകത്ത് മുഴുവൻ എന്തായി? അസംതൃപ്തിയായി, ദൈവം കുറ്റവാളിയായി. ആ രാത്രി കർത്താവിന്റെ ശബ്ദം അവൻ കേട്ടു. അവന്റെ പെറുപെറുപ്പ് നിന്നു. അവൻ പിറ്റേന്ന് രാവിലെ മുതൽ ജയിൽ പുള്ളികളോട് യേശു കർത്താവ് രക്ഷിക്കുന്നവനാണെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, ദൈവസ്നേഹം പങ്കുവെക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ഈ ഉപദേശി? എങ്ങനെയുണ്ട്? പലപ്പോഴും ഉപദേശിമാർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ചില കാര്യങ്ങളുടെ ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാവില്ല. ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചതിന്റെ മറുപടിയായിട്ട് കിട്ടുന്നതാണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാകാൻ വലിയ പാടാണ്, വലിയ ഭാരമാണ്. ചിലപ്പോൾ ചില മറുപടികൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. ഇനി ഒരു ആന്റി ഇവിടെ ചെങ്ങന്നൂർ സൈഡിൽ നിന്നാണ് ഒരു ആന്റി എന്നെ വിളിച്ചു. അപ്പൊ എന്നും പതിവായിട്ട് നമ്മുടെ പൗർവിഷൻ TV പ്രോഗ്രാം കാണുന്ന ആന്റിയാ. അപ്പൊ ഈ ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, വീട്ടിൽ കർണത്തിന് സൗകര്യമില്ല, TV കാണാൻ പുള്ളി സമ്മതിക്കില്ല, പുള്ളി TV തല്ലി പൊട്ടിക്കും, എന്നെ അടിക്കും, വീട്ടിൽ പിള്ളേരെ ആരും വീട്ടിൽ കിടത്തില്ല, വൈകുന്നേരം ആകുമ്പോൾ ഈ പേവെള്ളം കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ ഭയങ്കര ബഹളമാണ്, എന്നും സാറ് പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു സമാധാനം ദൈവം തരണം. അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ ചോദിച്ചു, എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് ചോദിച്ചു. കല്യാണം കഴിച്ച 1-ാം രാത്രി മുതൽ ഇതായിരുന്നു സാറേ. ഇപ്പൊ വർഷങ്ങൾ 2 മക്കളായി എനിക്ക്. ഈ കാലം വരെ ഞാനത് സഹിച്ച് മടുത്തു. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇപ്പൊ ചേച്ചി വിഷമിക്കണ്ട, കർത്താവ് പ്രാർത്ഥന കേൾക്കും, നമ്മുടെ ദുഃഖകാലങ്ങൾ മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചു, സാറേ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം വെള്ളം അടിച്ച് വന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ച് ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹം മരിച്ചു. എനിക്ക് ഭയങ്കര ദുഃഖമായി. എന്നാലും കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ അത് എനിക്ക് നഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചതല്ല. എൻ്റെ ഭർത്താവിൻ്റെ മരണം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാര്യം, അദ്ദേഹം മദ്യപിക്കുന്നവനാണെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. കുടിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നം കഴിഞ്ഞാൽ, ആ കുടിയുടെ പിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്നെയും പിള്ളേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ ഒരു വിധവയായില്ലേ സാറേ എന്നായി. അടുത്ത കാര്യം നേരെ തിരിച്ചു. ആരായി കുറ്റക്കാരൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തമ്പുരാൻ സഹിക്കുക ശരിക്കും.
പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ കുഴപ്പം, കിട്ടിയില്ലെങ്കിൽ കുഴപ്പം. നമ്മൾക്ക് എപ്പോഴും എന്നും കംപ്ലൈന്റ് നമുക്കുള്ളൂ, അത് നമുക്ക് തീരില്ല. പ്രിയരെ, ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എല്ലാ കൂട്ടായ്മകളിലും ഉണ്ട്, മിക്കവാറും ഭവനങ്ങളിലുണ്ട്, സഭകളിൽ പിന്നെ ഉണ്ടല്ലോ. വലിയ സഭയാണെങ്കിൽ പറയാനില്ല, അതിനകത്ത് എന്നും പ്രശ്നങ്ങളായിരിക്കും. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെല്ലാം നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വയലേഷൻ ഉണ്ടാകും, എന്നും പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ പിറുപിറുക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ശരിക്കും നമ്മുടെ സഭകളെയും നമ്മുടെ സംഘടനകളെയും നമ്മളുടെ ബന്ധങ്ങളെയും നിലനിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു കൊച്ചു കൂട്ടമാണ്. സ്തോത്രം. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ 7 പേര് നിയമിച്ചു. ഇതിനെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. 2 അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പണി ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ ആക്കി വെച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേറെ ഒരു പരിപാടിയും ഇല്ല. വിധവമാർക്ക് അവരുടെ ഇടയിൽ, അവഗണിക്കപ്പെട്ടവരുടെ ഇടയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സഭയിൽ ഒരു പുതിയ പ്രവർത്തനം തുടങ്ങി, ജീവകാരുണ്യ പ്രവർത്തികൾ. ഈ ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ആക്കി വെച്ചത് എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ അതിന് വേറൊരു മറുവശവും കൂടിയുണ്ട്. ഇവരെ സഭയ്ക്കകത്ത് ചില ശുശ്രൂഷകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ അത് കൂടാതെ സഭയ്ക്കകത്ത് അപ്പം നുറുക്കുന്ന, അവിടെ മേശയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് തിരുവത്താഴ ശുശ്രൂഷ ആണ്. അവർ അപ്പം നുറുക്കി കൂട്ടായ്മയെ ആചരിച്ച് ആ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പൊ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവരെ നിയമിച്ചു, ഇവരെ നിയോഗിച്ചു. ഡീക്കൺസ്, ശുശ്രൂഷക്കാരായിട്ട് ഇവരെ നിയമിച്ചു. അഭികാമ്യവും നല്ലതും നമുക്ക് സംശയരഹിതമായി പിൻപറ്റാൻ പറ്റുന്നതും ഈ അഭിപ്രായമാണ്. അവരെ കേവലം ഭക്ഷണ വിതരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു ആക്കി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ സഭയ്ക്കകത്തുള്ള ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി ഇവരെ പ്രത്യേകമായി നിയമിക്കുകയായിരുന്നു. ഇവരെ ഡീക്കൺസ് ആക്കി, ഇവരെ ശുശ്രൂഷകന്മാരാക്കി. അവർക്ക് സഭയിൽ ശുശ്രൂഷകൾ ചെയ്യാനുള്ള നിയോഗം ലഭിച്ചു. അവിടെ അതിന് പറയുന്നത് വിശ്വാസത്തിൽ നിറഞ്ഞവരും ആത്മാവിൽ നിറഞ്ഞവരുമായ 7 പേരെ എടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് അയച്ചു. ഭക്ഷണകാര്യങ്ങളുടെ ചുമതല നിർവഹിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ട, അതിനുവേണ്ടി മാത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം മാത്രമായിരുന്നില്ല 7 പേര്. അങ്ങനെ അത് ചെറുതായി കാണരുത്. അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലായിരുന്നു. സഭയ്ക്കകത്ത് ഉന്നതമായ ചില ശുശ്രൂഷകൾ ചെയ്യാൻ അപ്പോസ്തലന്മാരാൽ വേർതിരിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് കൈവച്ച് അനുഗ്രഹിച്ചു. സഭ തെരഞ്ഞെടുത്തവരെ, സഭയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരെ അപ്പോസ്തലന്മാർ കൈവച്ച് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവർ ആ ശുശ്രൂഷ നിർവഹിച്ചു. സഭ തെരഞ്ഞെടുത്തവരെ ശിഷ്യന്മാർ അംഗീകരിച്ചു എന്ന് പറയാം. 2, സഭ തെരഞ്ഞെടുത്തവരെ സ്വർഗം അംഗീകരിച്ചു. സ്വർഗം അംഗീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിൻ്റെ മേലുണ്ടാകുന്നത്. കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാർ അവരുടെ മേൽ എന്ത് ചെയ്തു? കൈവച്ചു. ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗത്തിനായി വേർതിരിക്കപ്പെടുന്നവരുടെ മേൽ കൈവയ്ക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു പാരമ്പര്യമായിരുന്നു, അവരുടെ ഇടയിൽ നടന്നു വന്ന ഒരു ആചാരവുമായിരുന്നു. എന്നാൽ ഇവിടെ അവർക്ക്, അഥവാ ശുശ്രൂഷകന്മാർക്ക്, അഥവാ ഡീക്കൺസിന്
ആ ഡീക്കൺസ് എന്ന ഒരു പ്രത്യേക പദവി നൽകുവാൻ വേണ്ടി അവരുടെ മേൽ കൈവച്ചു. അവർ ഏറ്റെടുത്ത ചുമതല, അവരുടെ മേൽ നിയോഗിക്കപ്പെട്ട ചുമതല അംഗീകാരത്തോടെ, സഭയുടെ അംഗീകാരം അവർക്ക് അതുവഴിയായി ലഭിക്കുകയായിരുന്നു. പഴയ നിയമകാലത്ത് തലയിൽ കൈവയ്ക്കുക എന്നത് അനുഗ്രഹം, മറ്റൊന്ന് ഏകീഭാവം മുതലായ ആശയങ്ങളുടെ പ്രതീകമായിരുന്നു. പഴയ നിയമകാലത്തും കൈവയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മളും അപ്പൻ, അമ്മ, മുതിർന്നവർ താഴ്ന്നവരെ കൈവച്ച് അനുഗ്രഹിക്കും. കൈവെപ്പ് പല തലത്തിലുണ്ട്. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കുന്നത് അത് ഒരു ഏകീഭാവത്തിന്റെ അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ഒരു പ്രതീകമായി നമ്മൾ കാണുന്നു. യാക്കോബ് യൗസേപ്പിന്റെ മക്കളെ തലയിൽ കൈവച്ച് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. നമുക്കത് കാണാം. ഉൽപ്പത്തി പുസ്തകം 48 14-15 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യേശു ശിശുക്കളെ എന്ത് ചെയ്തു? കൈവച്ച് അനുഗ്രഹിച്ചു. മർക്കോസ് 10:16 വായിക്കുമ്പോൾ കാണാം, യേശു രോഗികളുടെ മേൽ എന്ത് ചെയ്തു? കൈവച്ചു, അവർ സൗഖ്യം പ്രാപിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ ശമര്യർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 8:14-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ശമര്യരുടെ മേൽ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ക്രിസ്തീയ സേവനങ്ങൾക്ക് ആളുകളെ, വ്യക്തികളെ തെരഞ്ഞെടുക്കുകയോ നിയോഗിക്കുകയോ ചെയ്യുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ നിയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭ ബർന്നബാസിനെയും ശൗലിനെയും മിഷണറി വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുമ്പോൾ പ്രാർത്ഥിച്ച് അവരുടെ മേൽ എന്ത് ചെയ്തു? കൈവച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-3 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം. മറ്റൊന്ന്, തീമോത്തിയോസിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടതിനായി പൗലോസ് അവന്റെ മേൽ കൈവച്ചു. 2 തീമോത്തിയോസ് 1:6 വാക്യം. അവനിലുള്ള കൃപാവരങ്ങളെ പ്രകാശിപ്പിക്കാൻ, ജ്വലിപ്പിക്കാൻ പൗലോസ് തീമോത്തിയോസിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവദത്തമായിട്ടുള്ള കൃപാവരങ്ങളുള്ള ഒരുവനെ അംഗീകരിക്കുന്ന പ്രത്യക്ഷമായ അനുഗ്രഹിക്കുന്നതിൻ്റെ, ചുമതലപ്പെടുത്തുന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു പ്രതീകമാണ് കൈവെപ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയ ദൈവമക്കളെ, അപ്പോ 1-ാം നൂറ്റാണ്ടിലും ആ പ്രാരംഭകാലം മുതൽ തന്നെ സഭയുടെ ആവശ്യം അറിഞ്ഞ് നിയോഗങ്ങളെ സഭാ നേതൃത്വം, അന്ന് സഭാ നേതൃത്വം എന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാരാണ്. യൂദായുടെ കുറവ് മത്തിയാസ് നിമിത്തം നികത്തപ്പെട്ടു. അവർ 12 പേരുമാണ് സഭയുടെ അടിസ്ഥാന കല്ലുകൾ. ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാന കല്ലുകളാലുമാണ് സഭ എന്ന മന്ദിരം പണിയപ്പെട്ടത്. അങ്ങനെ പണിയപ്പെട്ട സഭ, പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ ഇന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് എന്നെത്തുമോ, അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മുടെ കർത്താവ് കടന്നു വരും.
ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആറാം വാക്യം ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. വിശ്വാസം നിറഞ്ഞവർ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ, എന്തുകൊണ്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടാൻ അർഹരായിട്ടുള്ളവരെ, യവന ഭാഷ അറിയാവുന്നവർ, എബ്രായ ഭാഷ അറിയാവുന്നവർ, ഇവരെ ബാലൻസ് ചെയ്യാനായിട്ട്, ഇവരുടെയുള്ള ശുശ്രൂഷകളുടെ നിർവഹണത്തിനായി ഡീക്കൻസായി ചുമതലപ്പെടുത്തി. നമ്മൾ ഇന്ന് രാത്രി പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ കരസ്പർശനം, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം, എന്നെ എൻ്റെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിന്, എങ്ങനെ, ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കർത്താവിനായി? സഭയുടെ വളർച്ചയിൽ എനിക്കും വേണം പങ്ക്. കർത്താവിൻ്റെ ശരീരം എന്ന സഭയുടെ വളർച്ചയിൽ എനിക്കും ഒരു പങ്കാളിത്തം വേണം. പ്രായവും വാർദ്ധക്യവും എല്ലാം എന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയാറുള്ളത് പോലെ ശേഷിക്കുന്നത് കർത്താവിന് വേണ്ടി നന്നായി ഉപയോഗിപ്പാൻ ഒരു സമർപ്പണം നമ്മിലുണ്ടാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവെ, വിവിധ ഡിവൈസുകളിലായിട്ടിരിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരം ഒന്ന് വെക്കണമേ. ശിശുക്കളെ അനുഗ്രഹിച്ചപ്പോൾ അങ്ങ് കൈവച്ച് അനുഗ്രഹിച്ചു. ഞങ്ങളെയും അങ്ങയുടെ കരം വെച്ച് ഈ സായങ്കാലം അനുഗ്രഹിക്കണമേ. ആരെല്ലാം പ്രാർത്ഥിക്കും? കർത്താവേ, സന്ധ്യാവേളയിൽ സാധുവായ, രോഗിയായ, പാപിയായ, വാർദ്ധക്യമുള്ള, ധാരാളം ദുഃഖങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ. അങ്ങ് എന്നോട് കരുണ കാണിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.